ഹായ് എല്ലാവർക്കും തീർച്ചയായിട്ടും സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് 2026 മെയ് മാസത്തെ ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സ് നോക്കാം. മെയ് 1 ലോക തൊഴിലാളി ദിനമാണ്. മെയ് 1 ലോക തൊഴിലാളി ദിനം. റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് പുറത്തുവിട്ട ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 157 സ്ഥാനമാണ്. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 157 സ്ഥാനമാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്ഥാനം 151 സ്ഥാനമായിരുന്നു. തുടർച്ചയായിട്ട് 10ാം വർഷം ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യമാണ് നോർവേ. തുടർച്ചയായി 10ാം വർഷം ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? അത് നോർവേയാണ്. ഏപ്രിലിൽ പ്രകാശനം ചെയ്ത മലയാള സിനിമാ നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. മലയാള സിനിമാ നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേരാണ് ഇന്ദ്രധനുസ്. സിനിമകളുടെ വിജയം മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് കലേസിയോ. സിനിമകളുടെ വിജയം മുൻകൂട്ടി പ്രവചിക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് കലേസിയോ. 2026 ഏപ്രിലിൽ ടൊബാക്കോ ആൻഡ് വേബ്സ് ബില്ല് ഔദ്യോഗികമായിട്ട് പാസാക്കിയ പാർലമെന്റ് UK ആണ്. 2026 ഏപ്രിലിൽ ടൊബാക്കോ ആൻഡ് വേബ്സ് ബില്ല് ഔദ്യോഗികമായിട്ട് പാസാക്കിയ പാർലമെന്റ് ബ്രിട്ടനാണ്. കാഞ്ഞങ്ങാട് പെരിയയിലെ ബേക്കൽ ഗോകുലം ഗോശാല പരമ്പര വിദ്യാപീഠത്തിൽ നടക്കുന്ന 14 രാജ്യങ്ങളിൽ നിന്നുള്ള 3740 നർത്തകർ പങ്കെടുക്കുന്ന 15 ദിവസത്തെ നൃത്തോത്സവമാണ് വൈശാഖ നടനം. കാഞ്ഞങ്ങാട് പെരിയയിലെ ബേക്കൽ ഗോകുലം ഗോശാല പരമ്പര വിദ്യാപീഠത്തിൽ നടക്കുന്ന 14 രാജ്യങ്ങളിൽ നിന്നുള്ള 3740 നർത്തകർ പങ്കെടുക്കുന്ന 15 ദിവസത്തെ നൃത്തോത്സവമാണ് വൈശാഖ നടനം. രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് അർഹയായ മലയാളിയാണ് VS മഞ്ജുമോൾ. രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് അർഹയായ മലയാളിയാണ് VS മഞ്ജുമോൾ. പ്രമുഖ സിനിമാ നിരൂപകനായ മധു ഇറവങ്കര രചിച്ച പുസ്തകമാണ് ഷാജി N കരുൺ ആത്മവ്യഥകളുടെ അഭ്രസഞ്ചാരങ്ങൾ. മധു ഇറവങ്കര രചിച്ച പുസ്തകമാണ് ഷാജി N കരുൺ ആത്മവ്യഥകളുടെ അഭ്രസഞ്ചാരങ്ങൾ. ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഓയിൽ ഇന്ത്യയും ചേർന്ന് പുതിയ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയത് ലിബിയയിലെ ഘടാമസ് എണ്ണപ്പാടം. ലിബിയയിലെ ഘടാമസ് എണ്ണപ്പാടത്തിലാണ് ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഓയിൽ ഇന്ത്യയും ചേർന്നിട്ട് പുതിയ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയത് ലിബിയയിലെ ഘടാമസ് എണ്ണപ്പാടത്താണ്. ഭാരത് ഭവനും വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയും സംയുക്തമായിട്ട് ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാര ജേതാവാണ് മധു. ഭാരത് ഭവനും വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയും സംയുക്തമായിട്ട് ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാര ജേതാവാണ് മധു. ജമ്മുവിനെയും കാശ്മീരിനെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ആദ്യ പാസഞ്ചർ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ജമ്മുവിനെയും കാശ്മീരിനെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ പാസഞ്ചർ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. 60 സെക്കൻഡിനുള്ളിൽ 125 രാജ്യങ്ങളുടെ രൂപരേഖ തിരിച്ചറിഞ്ഞ് പേര് പറയുന്നതിൽ റെക്കോർഡ് സ്വന്തമാക്കിയ വയനാട് കൽപ്പറ്റ സ്വദേശിനിയാണ് ആദിലക്ഷ്മി. ആദിലക്ഷ്മിയുടെ പ്രത്യേകത എന്താണ്? 60 സെക്കൻഡിനുള്ളിൽ 125 രാജ്യങ്ങളുടെ രൂപരേഖ തിരിച്ചറിഞ്ഞ് പേര് പറയുന്നതിൽ റെക്കോർഡ് സ്വന്തമാക്കിയ വയനാട് കൽപ്പറ്റ സ്വദേശിനി ആദിലക്ഷ്മി. വിവാദമായ മണിയാർ ജലവൈദ്യുത പദ്ധതി കാർബറണ്ട യൂണിവേഴ്സൽ ലിമിറ്റഡിൽ നിന്ന് ഏറ്റെടുത്തത് KSEB. വിവാദമായ മണിയാർ ജലവൈദ്യുത പദ്ധതി കാർബറണ്ട യൂണിവേഴ്സൽ ലിമിറ്റഡിൽ നിന്ന് ഏറ്റെടുത്തത് KSEB. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രഥമ വിഗ്രഹ പ്രതിഷ്ഠയുടെ ശതാബ്ദി സമ്മേളനം നടക്കുന്നത് തലശ്ശേരിയിലാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രഥമ വിഗ്രഹ പ്രതിഷ്ഠയുടെ ശതാബ്ദി സമ്മേളനം നടക്കുന്നത് തലശ്ശേരിയിലാണ്. പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് സൂചികയിൽ ഒന്നാമതെത്തിയത് ചെറുതന പഞ്ചായത്ത് ആലപ്പുഴ. പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് സൂചികയിൽ ഒന്നാമത് ചെറുതന പഞ്ചായത്ത് ആലപ്പുഴയാണ്. MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരത്തിന് അർഹയായത് സുനിത കൃഷ്ണൻ. MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരത്തിന് അർഹയായത് സുനിത കൃഷ്ണൻ. വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷൻ കൗൺസിൽ അംഗമായിട്ട് ചുമതലയേറ്റ ഇന്ത്യൻ താരമാണ് PV സിന്ധു. വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷൻ കൗൺസിലിന് അംഗമായി ചുമതലയേറ്റ ഇന്ത്യൻ താരം PV സിന്ധു. എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനായിട്ട് US രൂപീകരിക്കുന്ന പുതിയ സഖ്യമാണ് മാരിടൈം ഫ്രീഡം കൺസ്ട്രക്ട്. എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനായിട്ട് US രൂപീകരിച്ച പുതിയ സഖ്യമാണ് മാരിടൈം ഫ്രീഡം കൺസ്ട്രക്ട്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായിട്ട് അടുത്തിടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും പ്രാദേശിക സ്പോൺസർഷിപ്പും ഒഴിവാക്കിയ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായിട്ട്
പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും പ്രാദേശിക സ്പോൺസർഷിപ്പും ഒഴിവാക്കിയ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്ററാണ് പ്രഫുൽ പട്ടേൽ. പ്രഫുൽ ഖോഡ പട്ടേലാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ബാംഗ്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മാണ പ്ലാന്റാണ് ആദിത്യ. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ബാംഗ്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മാണ പ്ലാന്റാണ് ആദിത്യ. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തുവിട്ട 2023-24 വർഷത്തെ പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് ത്രിപുര. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തുവിട്ട 2023-24 വർഷത്തെ പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ത്രിപുര. രണ്ടാം സ്ഥാനമാണ് കേരളം. 2026 വിറ്റ്ലി അവാർഡ് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകരാണ് പാർവീൻ ഷെയ്ഖ് ആൻഡ് ബർഖ സുബ്ബ. ബർഖ സുബ്ബ ആൻഡ് പാർവീൻ ഷെയ്ഖ് ആണ് 2026 വിറ്റ്ലി അവാർഡ് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകരാണ് പാർവീൻ ഷെയ്ഖ് ആൻഡ് ബർഖ സുബ്ബ. അടുത്തിടെ അന്തരിച്ച ISRO മുൻ ശാസ്ത്രജ്ഞനാണ് MK അബ്ദുൽ മജീദ്. ISROയുടെ മുൻ ശാസ്ത്രജ്ഞനാണ് MK അബ്ദുൽ മജീദ് അന്തരിച്ചു. പ്രശസ്ത പ്രകൃതി ശാസ്ത്രജ്ഞനും BBC ലൈവ് സീരീസുകളുടെ അവതാരകനുമായ ഡേവിഡ് ആറ്റൻബറോയുടെ 100ാം ജന്മവാർഷികം തികയുന്ന ദിനത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പ്രത്യേക പരിപാടിയാണ് മേക്കിംഗ് ലൈഫ് ഓൺ എർത്ത് ആറ്റൻബറോസ് ഗ്രേറ്റസ്റ്റ് അഡ്വഞ്ചർ. മേക്കിംഗ് ലൈഫ് ഓൺ എർത്ത് ആറ്റൻബറോസ് ഗ്രേറ്റസ്റ്റ് അഡ്വഞ്ചർ. പ്രശസ്ത പ്രകൃതി ശാസ്ത്രജ്ഞനും BBC ലൈവ് സീരീസുകളുടെ അവതാരകനുമായ ഡേവിഡ് ആറ്റൻബറോയുടെ 100ാം ജന്മവാർഷികം തികയുന്ന ദിനത്തിൽ സംപ്രേഷണം ചെയ്യുന്ന പ്രത്യേക പരിപാടിയുടെ പേരാണ് മേക്കിംഗ് ലൈഫ് ഓൺ എർത്ത് ആറ്റൻബറോസ് ഗ്രേറ്റസ്റ്റ് അഡ്വഞ്ചർ. അവലോകിതേശ്വര ശില്പം നൃത്തം ചെയ്യുന്ന ഗണേശ ശില്പം. മധ്യപ്രദേശിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷണം പോയ ശില്പങ്ങളാണ് അവലോകിതേശ്വര ശില്പം, നൃത്തം ചെയ്യുന്ന ഗണേശ ശില്പം. RBI ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് രോഹിത് ജെയിൻ. RBI ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് രോഹിത് ജെയിൻ. പാക് കടലിടുക്ക് നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ 7 വയസ്സുകാരനാണ് ഇഷാങ്ക് സിംഗ്. പാക് കടലിടുക്ക് നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ 7 വയസ്സുകാരനാണ് ഇഷാങ്ക് സിംഗ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. പ്രസാർ ഭാരതിയുടെ ചെയർമാനായി നിയമിതനായ പ്രമുഖ എഴുത്തുകാരനും ഗാനരചയിതാവുമായ വ്യക്തിയാണ് പ്രസൂൺ ജോഷി. പ്രസാർ ഭാരതിയുടെ ചെയർമാനായി നിയമിതനായ പ്രമുഖ എഴുത്തുകാരനും ഗാനരചയിതാവുമായ വ്യക്തിയാണ് പ്രസൂൺ ജോഷി. വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യത്തിന് പരിഹാരമായി KSEBയുടെ 250 മെഗാവാട്ട് ശേഷിയുള്ള അത്യാധുനിക ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതി 2026 ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യത്തിന് പരിഹാരമായിട്ട് KSEBയുടെ 250 മെഗാവാട്ട് ശേഷിയുള്ള അത്യാധുനിക ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതി 2026 ഒക്ടോബറിൽ കമ്മീഷൻ ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. പ്രായപൂർത്തിയാകാത്ത ബലാത്സംഗ അതിജീവിതകളുടെ ഗർഭചിത്രത്തിനുള്ള സമയപരിധി 24 ആഴ്ച ഒഴിവാക്കും വിധം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നിയമ ഭേദഗതി വേണം എന്ന് നിർദ്ദേശിച്ച സുപ്രീം കോടതി ബെഞ്ചിന് നേതൃത്വം നൽകിയത് ജസ്റ്റിസ് സൂര്യകാന്താണ്. പ്രായപൂർത്തിയാകാത്ത ബലാത്സംഗ അതിജീവിതകളുടെ ഗർഭചിത്രത്തിനുള്ള സമയപരിധി 24 ആഴ്ച ഒഴിവാക്കും വിധം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നിയമ ഭേദഗതി വേണമെന്ന് നിർദ്ദേശിച്ച സുപ്രീം കോടതി ബെഞ്ചിന് നേതൃത്വം നൽകിയത് ജസ്റ്റിസ് സൂര്യകാന്ത്. അടുത്തിടെ അന്തരിച്ച ഇറ്റാലിയൻ പാരാലിമ്പിക്സ് താരമാണ് അലസാൻഡ്രോ സനാർദി. 2026 തോമസ് കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് ഇന്ത്യ. 2026 തോമസ് കപ്പ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് ഇന്ത്യയാണ്. അതിൽ ജേതാക്കളായത് ചൈനയാണ്. ഇന്ത്യക്ക് വെങ്കല മെഡലാണ് ലഭിച്ചത്. ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമാണ് ആഷ്ലി യങ്. ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം ആഷ്ലി യങ്. ഓക്കെ, നെക്സ്റ്റ് ഡേ ആണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനമാണ് മെയ് 3. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം മെയ് 3. ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക വെള്ളത്തിനടിയിൽ സ്ഥാപിച്ചുകൊണ്ട് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ ആൻഡമാൻ നിക്കോബാറിലെ ബീച്ചാണ് രാധാനഗർ ബീച്ച് സ്വരാജ് ദ്വീപില്. രാധാനഗർ ബീച്ച് സ്വരാജ് ദ്വീപിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക വെള്ളത്തിനടിയിൽ സ്ഥാപിച്ചുകൊണ്ട് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ ആൻഡമാൻ നിക്കോബാറിലെ ബീച്ചാണ് രാധാനഗർ ബീച്ച് സ്വരാജ് ദ്വീപ്. ആൻഡമാന്റെ ലഫ്റ്റനന്റ് ഗവർണറാണ് DK ജോഷി. ആൻഡമാന്റെ ലഫ്റ്റനന്റ് ഗവർണറാണ് DK ജോഷിയാണ്. ലോകത്തിലെ ആദ്യത്തെ ഒബ്സ്റ്റോസാർ സാറ്റലൈറ്റ് ആണ് ദൃഷ്ടി. ലോകത്തിലെ ആദ്യത്തെ ഒബ്സ്റ്റോസാർ സാറ്റലൈറ്റ് ആണ് ദൃഷ്ടി.
ദൃഷ്ടി വിക്ഷേപണ ദിനമാണ് മെയ് 3-ാം തീയതി. 2026 മെയ് 3-നാണ് ലോകത്തിലെ ആദ്യത്തെ ഓബ്സ്റ്റോസാർ സാറ്റലൈറ്റ് ദൃഷ്ടി വിക്ഷേപിച്ചത്. വിക്ഷേപണ റോക്കറ്റ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. വിക്ഷേപിച്ച ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് ഗാലക്സ് ഐ ആണ്. വിക്ഷേപിച്ച ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഏതാണ്? ഗാലക്സ് ഐ ആണ്. വിക്ഷേപണ റോക്കറ്റ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റാണ്. വിക്ഷേപണ ദിനമാണെങ്കിൽ 2026 മെയ് 3-ാം തീയതിയാണ്. ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി വികസിപ്പിച്ച ഏറ്റവും വലിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ദൃഷ്ടി. ഒരേ സമയം ഇലക്ട്രോ ഒപ്റ്റിക്കൽ ആൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഉപഗ്രഹമാണിത്. അപ്പൊ എന്തൊക്കെ പ്രത്യേകതയാണ്? ലോകത്തിലെ ആദ്യത്തെ ഒബ്സ്റ്റോസാർ സാറ്റലൈറ്റ് ആണ് ദൃഷ്ടി. വിക്ഷേപിച്ചത് 2026 മെയ് 3-നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ റോക്കറ്റ് ആണ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. വിക്ഷേപിച്ച ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഗാലക്സ് ഐ ആണ്. ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി വികസിപ്പിച്ച ഏറ്റവും വലിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ദൃഷ്ടി. ഒരേ സമയം ഇലക്ട്രോ ഒപ്റ്റിക്കൽ ആൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഉപഗ്രഹമാണ് ദൃഷ്ടി. ഗോത്രവർഗക്കാരുടെ വാർഷിക ഉത്സവമായ ഇപ്പാപ്പൂവ് പണ്ടുക എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപുഷ്പമേള ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന. ഗോത്രവർഗക്കാരുടെ വാർഷിക ഉത്സവമായ ഇപ്പപ്പൂവ് പാണ്ടുക എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാപുഷ്പമേള ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന. മോദിയുടെ നേതൃപാഠവും പാഠ്യവിഷയമായി പഠിപ്പിക്കുന്ന സർവകലാശാലയാണ് വഡോദര സർവകലാശാല. മോദിയുടെ നേതൃപാഠവും പാഠ്യവിഷയമായിട്ട് പഠിപ്പിക്കുന്ന സർവകലാശാലയാണ് വഡോദര സർവകലാശാല. ദുരന്ത പ്രതികരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് മിസോറാം ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഘുവാരൽ. ദുരന്ത പ്രതികരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് മിസോറാം ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ഘുവാരൽ. ദുരന്ത പ്രതികരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് മിസോറാം ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഘുവാരൽ എന്നത് ഏത് സ്റ്റേറ്റിന്റെ ആണ്? മിസോറാമിന്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഘുവാരൽ. ഗിഗ് തൊഴിലാളികൾക്കായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ചത് കർണാടകയാണ്. ഗിഗ് തൊഴിലാളികൾക്കായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ പരാതി പരിഹാര സംവിധാനം ആരംഭിച്ച സ്റ്റേറ്റാണ് കർണാടക. PMFRI പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. PMFRI പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. അതിൽ 1-ാം സ്ഥാനം തമിഴ്നാട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ലൈസൻസ് ചെയ്ത അടുത്ത തലമുറ മലേറിയ വാക്സിനാണ് R78C. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ലൈസൻസ് ചെയ്ത അടുത്ത തലമുറ നെക്സ്റ്റ് ജനറേഷൻ മലേറിയ വാക്സിന്റെ പേരാണ് R78C. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ലൈസൻസ് ചെയ്ത നെക്സ്റ്റ് ജനറേഷൻ മലേറിയ വാക്സിന്റെ പേരെന്താണ്? R78C ആണ്. ഗോവയിൽ നടക്കുന്ന 57ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഡയറക്ടറായി നിയമിതനായത് അശുതോഷ് ഗവാരിക്കർ. ഗോവയിൽ നടക്കുന്ന 57ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഡയറക്ടറായിട്ട് നിയമിതനായത് അശുതോഷ് ഗവാരിക്കറാണ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സ്പേസ് ടെക് സെന്റർ ഓഫ് എക്സലൻസ് അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സ്പേസ് ടെക് സെന്റർ ഓഫ് എക്സലൻസ് അടുത്തിടെ ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടക. കേന്ദ്ര MSME മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ MS ലക്ഷ്മിപ്രിയ. കേന്ദ്ര MSME മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ MS ലക്ഷ്മിപ്രിയയാണ്. ലോക റിലേ ചാമ്പ്യൻഷിപ്പില് 4x100 മീറ്റർ മിക്സഡ് റിലേ ഫൈനലില് 40 സെക്കൻഡിൽ താഴെ ഫിനിഷ് ചെയ്ത് റെക്കോർഡ് നേടിയത് ജമൈക്ക. ലോക റിലേ ചാമ്പ്യൻഷിപ്പില് 4x100 മീറ്റർ മിക്സഡ് റിലേ ഫൈനലില് 40 സെക്കൻഡിൽ താഴെ ഫിനിഷ് ചെയ്ത് റെക്കോർഡ് നേടിയത് ജമൈക്കയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച പരിസ്ഥിതി പുരസ്കാരമായ ഗ്രീൻ നോബൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പുരസ്കാരത്തിന് 6 വനിതാ പരിസ്ഥിതി പ്രവർത്തകർ അർഹരായി. ലോകത്തിലെ ഏറ്റവും മികച്ച പരിസ്ഥിതി പുരസ്കാരമായ ഗ്രീൻ നോബൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പുരസ്കാരത്തിന് 6 വനിതാ പരിസ്ഥിതി പ്രവർത്തകർ അർഹരായി. 37 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 6 സ്ത്രീകളെ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ അഗ്നി സുരക്ഷാ വാരമായി ആചരിക്കുന്നത് 2026 മെയ് 4-നാണ്. 2026 മെയ് 4 മുതൽ മെയ് 10 വരെയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ അഗ്നി സുരക്ഷാ വാരമായിട്ട് ആചരിക്കുന്നത് 2026 മെയ് 4 മുതൽ മെയ് 10 വരെയാണ്.
അമീബിക് മസ്തിഷ്കജ്വരം പരത്തുന്ന പ്രധാന അമീബയെ കണ്ടെത്താനോ അതിന്റെ സ്പീഷീസ് തിരിച്ചറിയാനോ ഉപയോഗിക്കുന്ന ആധുനിക സങ്കേതമാണ് മോളിക്കുലർ സങ്കേതം, മോളിക്കുലർ ഐഡന്റിഫിക്കേഷൻ. അമീബിക് മസ്തിഷ്കജ്വരം പരത്തുന്ന അമീബകളാണ് അക്കാന്തമീബയും നെഗ്ലേറിയ ഫൗളറിയോനും. അമീബിക് മസ്തിഷ്കജ്വരം പരത്തുന്ന പ്രധാന അമീബയെ കണ്ടെത്താനോ അതിന്റെ സ്പീഷീസ് തിരിച്ചറിയാനോ ഉപയോഗിക്കുന്ന ആധുനിക സങ്കേതമാണ് മോളിക്കുലർ സങ്കേതം, മോളിക്കുലർ ഐഡന്റിഫിക്കേഷൻ. 2050 ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തലാക്കുന്നതിനായിട്ട് വിശദമായ ദേശീയ കർമ്മ പദ്ധതി പുറത്തിറക്കിയ രാജ്യമാണ് ഫ്രാൻസ്. ഏത് വർഷത്തോടു കൂടിയാണ്? 2050 ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പൂർണ്ണമായിട്ട് നിർത്തലാക്കുന്നതിനായിട്ട് വിശദമായ ദേശീയ കർമ്മ പദ്ധതി പുറത്തിറക്കിയ രാജ്യമാണ് ഫ്രാൻസ്. 2026 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരത്തിന് ശുപാർശ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയുടെ പാഡ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അരുണാചലം മുരുകാനന്ദം. 2026 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരത്തിന് ശുപാർശ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയുടെ പാഡ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അരുണാചലം മുരുകാനന്ദം. ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ച ആശുപത്രിയാണ് എയിംസ് ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ച ആശുപത്രിയാണ് എയിംസ് ന്യൂഡൽഹി. നീതി ആയോഗിൽ മുഴുവൻ സമയ അംഗമാകുന്ന വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ജോറം അനിയ. നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമാകുന്ന വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് ജോറം അനിയ. നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളായി നിയമിച്ചത് ബാലസുബ്രഹ്മണ്യം, ജോറാം അനിയ. നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളുടെ എണ്ണം 7 വൈസ് ചെയർപേഴ്സൺ അശോക് കുമാർ ലഹിരിയും നീതി ആയോഗിന്റെ CEO നിധി ചിബ്ബറാണ്. നീതി ആയോഗിന്റെ CEO നിധി ചിബ്ബർ, വൈസ് ചെയർപേഴ്സൺ ആണെങ്കിൽ അശോക് കുമാർ ലഹിരിയാണ്. നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളെ നിയമിച്ചത് ബാലസുബ്രഹ്മണ്യം, ജോറാം അനിയ. നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗങ്ങളുടെ എണ്ണം ആണെങ്കിൽ 7. അന്തരിച്ച പ്രശസ്ത കോമിക് പുസ്തക എഴുത്തുകാരനാണ് ഗറി കോൺവേ. അന്തരിച്ച പ്രശസ്ത കോമിക് പുസ്തക എഴുത്തുകാരനാണ് ഗറി കോൺവേ ആണ്. അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിന് ശേഷം ഹോർമുസ് കടലിടുക്ക് കടന്ന ആദ്യത്തെ ഇന്ത്യൻ കപ്പലാണ് MT സർവശക്തി. അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിന് ശേഷം ഹോർമുസ് കടലിടുക്ക് കടന്ന ആദ്യത്തെ ഇന്ത്യൻ കപ്പലാണ് MT സർവശക്തി. ഇന്ത്യയുടെ പുതിയ ചൈനീസ് സ്ഥാനപതിയായിട്ട് ചുമതലയേറ്റത് വിക്രം ദൊരൈസ്വാമിയാണ്. ഇന്ത്യയുടെ പുതിയ ചൈനീസ് സ്ഥാനപതിയായിട്ട് ചുമതലയേറ്റതാണ് വിക്രം ദൊരൈസ്വാമി. ബീജിംഗുമായിട്ട് നയതന്ത്ര ബന്ധം പുലർത്തുന്ന എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും മെയ് 1 മുതൽ ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി നികുതിയായിട്ട് 0 താരിഫ് പ്രഖ്യാപിച്ച രാജ്യമാണ് ചൈന. ബീജിംഗുമായിട്ട് നയതന്ത്ര ബന്ധം പുലർത്തുന്ന എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും മെയ് 1 മുതൽ ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി നികുതിയായിട്ട് 0 താരിഫ് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? അത് ചൈനയാണ്. 2026 മെയ്യിൽ അന്തരിച്ച തലതിരിഞ്ഞ പെയിന്റിങ്ങുകളിലൂടെ ശ്രദ്ധ നേടിയ ചിത്രകാരനാണ് ഗോർഗ് ബാസലൈറ്റിസ്. 2026 മെയ്യിൽ അന്തരിച്ച തലതിരിഞ്ഞ പെയിന്റിങ്ങുകളുടെ ശ്രദ്ധ നേടിയ ചിത്രകാരനാണ് ഗോർഗ് ബാസലൈറ്റിസ്. കേരളത്തിൽ ആദ്യമായിട്ട് കടലിൽ നങ്കൂരമിട്ട് ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് ഇന്ധനം നിറക്കുന്ന ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്ന തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. കേരളത്തിൽ ആദ്യമായിട്ട് കടലിൽ നങ്കൂരമിട്ട് ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് ഇന്ധനം നിറക്കുന്ന ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് വിജയകരമായിട്ട് പൂർത്തിയാക്കിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. 2026 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദിയാണ് വെയിൽസ് ആൻഡ് ഇംഗ്ലണ്ട്. 2026 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി വെയിൽസ് ആൻഡ് ഇംഗ്ലണ്ട്. IPL ടീം രാജസ്ഥാൻ റോയൽസിന്റെ ഉടമസ്ഥാവകാശം നേടിയത് മിത്തൽ കുടുംബമാണ്. IPL ടീം രാജസ്ഥാൻ റോയൽസിന്റെ ഉടമസ്ഥാവകാശം നേടിയത് മിത്തൽ ഫാമിലിയാണ്. ഓക്കെ, ബാക്കി നെക്സ്റ്റ് സെക്ഷൻ ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.